நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ വരുന്നവരെ എല്ലാവരും ഇവിടെ തന്നെ കാണണം. നീ ധൈര്യമായിട്ടിരിക്ക, ബാക്കിയെല്ലാം അജുവേട്ടൻ നോക്കിക്കോളൂ. ആന്റി, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ ധൈര്യമായിട്ട് ഒന്നിനെയും പേടിക്കാതെ നടക്കുന്നത് എന്തുകൊണ്ടാന്ന്? ഞാൻ ഒറ്റയ്ക്കല്ലാന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാ. ഞാൻ വിളിക്കാതെ തന്നെ എന്നെ സഹായിക്കാൻ ഒത്തിരി പേര് വരുമെന്ന് എനിക്കറിയാം. ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണെന്നോ, ഞാൻ എല്ലാവരുടെയും നന്മയാണ് ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ദൈവം എന്നെ സഹായിക്കും. എനിക്ക് ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് അറിയിക്കാൻ തോന്നിയല്ലോ. നിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. എടാ, നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ തീർന്നിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റൂടാ. എടാ, അതൊരു വഴിക്ക് അങ്ങനെ നടക്കും. ഞാനിപ്പോൾ നിന്റെ വീട്ടിൽ പോയിരുന്നു. പൂജ അവിടെ ഉണ്ട്. സത്യത്തിൽ നടന്നതൊക്കെ കേട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. നിന്റെ അക്കൗണ്ടിൽ നിന്നും 10 കോടി രൂപ അപ്രത്യക്ഷമാവുക, അത് നീ പോലും അറിയാതെ. എന്തൊരു ട്രാപ്പാടത്. എന്തോ എനിക്കറിയില്ലടാ, എന്നെ ആരോ ടാർഗറ്റ് ചെയ്യുന്നൊരു സംശയമുണ്ട്. ആ സംശയം എനിക്കുണ്ട്. അതുകൊണ്ടാ എൻ്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. എടാ, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. നിന്റെ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്ന നിന്റെ അങ്കിളും ഫാമിലിയും റോങ്ങാ. എടാ, ഈ അങ്കിളിനല്ലേ പണ്ട് കമ്പനിയിൽ തിരിമറി നടത്തിയതിന് അങ്കിൾ പിടിച്ച് പുറത്താക്കിയത്? അതെ. എന്നിട്ടും അയാൾക്കും കുടുംബത്തിനും വീണ്ടും എന്തിനാ നിന്റെ വീട്ടിൽ അഭയം കൊടുത്തത്? അമ്മയെന്ന് നിനക്കറിയാലോ. അന്ന് പുറത്താക്കിയ അമ്മ തന്നെയാ ഇപ്പൊ നാട്ടിലേക്ക് വരുത്തിയതും അവർക്ക് അഭയം കൊടുത്തത്. എന്തിന്? അതെനിക്കറിയില്ല. ഉടനെ മടങ്ങിപ്പോവാനാ വന്നത്. അവര് വന്നതിന് ശേഷമാ അമ്മയ്ക്ക് അസുഖമൊക്കെ തുടങ്ങിയത്. പിന്നെ നടന്നതൊക്കെ നിനക്കറിയാലോ. എന്നിട്ടും മാനസം മടങ്ങിപ്പോവാൻ നോക്കിയതാ, എന്നിട്ടും അമ്മ വിട്ടില്ല. ആന്റിക്ക് ഇത് എന്തിന്റെ കേടെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നിന്റെ ആ കാശ് പോയതിന് പിന്നില് മാനസിക്കും കുടുംബത്തിനും പങ്കുണ്ടാവാനാണ് സാധ്യത. ഏയ്, അങ്ങനെ ആവാൻ തരവില്ല. അവർക്ക് അത്തരം കഴിവൊന്നുമില്ല. ഓക്കെ, എന്നാ പിന്നെ അതവിടെ നിൽക്കട്ടെ. ഈ കേസിൽ നിന്ന് ഊരി പറണ്ടേ? വേണം, അതിനാണല്ലോ നീ വന്നത്. ഓക്കെ, ഇനി പറ, തുടക്കം മുതൽ സുജിത് മേനോനുമായിട്ടുള്ള ബന്ധം പറ. അമ്മയാ സുജിത് മേനോനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പക്ഷേ അയാൾ ഇങ്ങനൊരു കേസ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല.
നീ പറഞ്ഞത് കേട്ടിട്ട് ഒരു കാര്യം എനിക്ക് വ്യക്തമായി. അയാൾ ഒരിക്കലും നിനക്കൊപ്പം ചേർന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടിയല്ല വന്നത്. പിന്നെ അത് നമുക്ക് കണ്ടുപിടിക്കണം. എന്തായാലും എനിക്ക് അല്പം ജോലി കൂടുതലായിരിക്കും. ഭാവനെ നീ കണ്ടോ? അത് പിന്നെ കാണാതിരിക്കൂ. അവളും ആകെ തകർന്നിരിക്കുക. അവളുടെ വീട്ടിലായിരുന്നു മുമ്പ് പ്രശ്നങ്ങൾ. ഇപ്പൊ ഞാൻ അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായി. നീ സമാധാനപ്പെട്. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവണമല്ലോ. ആദ്യം നീ ഒന്ന് പുറത്തിറങ്ങ. അമ്മയും ഞാൻ ലോക്കപ്പിലായതിൽ വിഷമിക്കുന്നുണ്ടാവും. അത് പിന്നെ വിഷമിക്കാതിരിക്കൂ. എന്തായാലും നീ ഇതിലൊന്ന് ഒപ്പിട്. ബാക്കിയൊക്കെ വരുന്ന വഴി നോക്കാം. നീ വിഷമിക്കാതെ. ഞാനെന്ന് പോട്ടെ. പോട്ടെ. ഹലോ അർജുൻ. എടാ, എനിക്ക് നിന്റെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ അർജുൻ? മോനി, സൂര്യയുടെ കേസ് വാദിക്കുന്നത് ഞാനാ. സൂപ്പർ അർജുൻ. നീ കേസ് വാദിച്ച ഒന്നും കൊണ്ടും പേടിക്കാനില്ല. നമ്മൾ ജയിക്കും. സൂര്യയോട് ഈ ചതി ചെയ്തത് ആരായാലും വെറുതെ വിടരുത് അർജുൻ. എടാ, ഇത്രയൊക്കെ നടന്നിട്ടും എന്നോടൊന്ന് വിളിച്ചു പറയാൻ സൂര്യയുടെ വീട്ടുകാർക്കോ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ. അത് മറ്റൊന്നും കൊണ്ടല്ല അർജുൻ. അർജുനും മറ്റെന്തോ പ്രശ്നങ്ങളിലായിരുന്നല്ലോ. അതുകൊണ്ടാവും വിളിച്ചു പറയായിരുന്നത്. ഞാൻ സൂര്യ പോയി കണ്ടിരുന്നു. അവനാകെ തകർന്നിരിക്കുക. ഞാൻ ജയിലിൽ പോയതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് അവനകത്ത് കിടക്കുന്നത്. എന്തായാലും അവനെ കുടിക്കവരെ ഒന്ന് കാണണം. വെറുതെ വിടാൻ പോകുന്നില്ല മോനി ഞാനവരെ. ഞാനേ ഈ കേസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അവരെ നമുക്ക് പൊക്കണം. അതിന് മോനി എൻ്റെ ഒപ്പം വേണം. ഞാൻ റെഡി അർജുനെ. ആരെയാ നമുക്ക് പിക്ക് ചെയ്യണ്ടേ? ഒരു മണി ശർമ്മ. അയാൾക്ക് മാനസയുടെ കുടുംബമായിട്ട് എന്താണ് ബന്ധമെന്ന് നമുക്കറിയണം. അയാള് പലപ്പോഴും സൂര്യയുടെ വീട്ടിൽ വന്നിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അയാളെ ഭാവനയും സൂര്യയും സൂര്യയുടെ അമ്മയും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അയാൾക്ക് ഇതിൽ എന്തോ പങ്കുണ്ട്. എന്നാ പിന്നെ നമുക്ക് അയാളെ പൊക്കാം അർജുനെ. സൂര്യയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്നാൽ നീ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ ലൊക്കേഷൻ അയച്ചിട്ട് നീ അവിടെ തന്നെ നിൽക്കേ. ഞാനിപ്പോൾ ചർച്ച് റോഡിലുണ്ട്. ഇപ്പം തന്നെ ആ മണി ശർമ്മയെ കൈയോടെ പൊക്കണം. ഓക്കെ അർജുനെ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ലൊക്കേഷൻ ഇട്ടേക്കാം, വന്നാൽ മതി. ഓക്കെടാ, ശരി.